അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 105-ാമത്തെ ഒരു ഭാഗത്ത്, അപ്പോൾ നമ്മൾ ഹുദൈബിയയിലാണ് ഈ സമയത്തുള്ളത്. ഹുദൈബിയ സന്ധിയുടെ ആ ചർച്ചകളെ സംബന്ധിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം ഖുറൈശികൾ നിരവധി പ്രതിനിധികൾ അയച്ചു. കാര്യമായിട്ടുള്ളൊരു ഫലമൊന്നും ഉണ്ടാകുന്നില്ല. അവസാനം റസൂലുള്ളാഹി തൻ്റെ പ്രതിനിധിയായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അയക്കുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് ഒരല്പം വൈകിയത് കാരണം അദ്ദേഹം വധിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലെല്ലാം അവിടെ ബൈഅത്ത് റിദ്വാൻ അവിടെ സംഭവിക്കുന്നുണ്ട്. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ആ ബൈഅത്ത് റിദ്വാൻ്റെ വാർത്ത ഖുറൈശികളുടെ ചെവിയിലെത്തിയ സമയത്ത് അവർ കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് മനസ്സിലാക്കി അവസാനം അവരൊരു സന്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ അവസാനത്തെ ചർച്ചയ്ക്ക് വേണ്ടി പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ, സുഹൈൽ ബിൻ അംറിനെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അയക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവിടെയായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ സുഹൈൽ ബിൻ അംർ, അദ്ദേഹം ഇതുവരെ ഖുറൈശികൾ വിട്ട ആളുകളെ പോലെയല്ല, മറിച്ച് ഹൈ പ്രൊഫൈലുള്ള ഖതീബുൽ ഖുറൈശ്, ഖുറൈശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ പാർലമെൻറ്റിലുള്ള ഒരു MP, അതായത് നെഗോഷിയേറ്ററാണ്. മറ്റുള്ള വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതേപോലെ തന്നെ നയതന്ത്ര ഇതിലെല്ലാം ഒരുപാട് പരിജ്ഞാനമുള്ളൊരു വ്യക്തി കൂടെയാണ്. അതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ തന്നെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ആ വരവ് കാണുന്ന സമയത്ത് തന്നെ റസൂലുള്ളാഹി ഒരു ശുഭപ്രതീക്ഷ റസൂലുള്ളാഹി അവരോട് പങ്കുവെക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യം ഇദ്ദേഹത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട്. സുഹൈൽ ബിൻ അംറിനെ സംബന്ധിച്ച് സീറിയയിൽ വളരെ മുമ്പ്, ആ ബദറിൻ്റെ സമയത്തെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. ചില ആളുകളെങ്കിലും ഓർക്കുന്നുണ്ടാകും. അദ്ദേഹം ഖുറൈശികളിൽ ബനു ആമിർ ഗോത്രക്കാരനാണ്. അതിസമർത്ഥമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്. അതുകൊണ്ടാണ് ഖതീബുൽ ഖുറൈശ്, ഖുറൈശികളുടെ പ്രാസംഗികൻ എന്നുള്ള അപരനാമല്ല അദ്ദേഹത്തിന് നൽകാനുള്ള കാരണം. അപ്പം ഇദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെ സംബന്ധിച്ചും ചിലത് നമ്മൾ അറിയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു സന്താനം ഹുദൈബിയയുടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു രംഗത്ത് കടന്നു വരുന്നുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് മൊത്തം 4 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. 2 പെൺകുട്ടികൾ, ഒന്ന് സഹല റളിയല്ലാഹു അൻഹ, അതേപോലെ തന്നെ ഉമ്മു കുൽസും. ഈ സഹല റളിയല്ലാഹു അൻഹ പ്രസിദ്ധ സ്വഹാബി അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയാണ്. ഈ 2 പെൺകുട്ടികളും നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് അവർ അബിസീനിയയിലേക്കുള്ള, മക്കൻ കാലഘട്ടത്ത് ഓർക്കുന്നുണ്ട്, അബിസീനിയയിലേക്കുള്ള ഹിജ്റയിലെല്ലാം അവർ പങ്കെടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ സുഹൈൽ ബിൻ അംറിൻ്റെ സഹോദരന്മാരും ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് നേരത്തെ. അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനാണ് സക്രാൻ ബിൻ അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം വിവാഹം കഴിക്കുന്നത് റസൂലുള്ളാഹിൻ്റെ ആദ്യ ഭാര്യമാരിൽ ഒരാളായിരുന്ന സൗദ റളിയല്ലാഹു അൻഹയാണ്. സക്രാൻ ബിൻ അംർ മരണപ്പെട്ടതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടാകും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികൾ, അതിലൊരാളാണ് നമ്മൾ ഹുദൈബിയായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മൂത്ത ആൺകുട്ടി അബ്ദുല്ലാഹി ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിക്കുന്ന സമയത്ത് 16 വയസ്സിൽ താഴെ, അല്ലെങ്കിൽ 20 വയസ്സിന് താഴെ മാത്രമാണ് പ്രായം. ഈ അബ്ദുല്ലാഹി ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു വളരെ നേരത്തെ തന്നെ ഇസ്ലാം സ്വീകരിച്ച് ആ ഇസ്ലാം രഹസ്യമാക്കി വെച്ച് ആ മക്കയിൽ ജീവിക്കുകയായിരുന്നു. ഏറ്റവും ഇളയ സന്താനം അബൂ ജൻദൽ റളിയല്ലാഹു അൻഹു, അത് നന്നേ ചെറിയ കുട്ടിയാണ് ആ സമയത്ത്. അബ്ദുല്ലാഹി ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു മൂത്ത ആൺകുട്ടി ഇസ്ലാം സ്വീകരിച്ച് രഹസ്യമാക്കി വെച്ച് ഒരിക്കൽ ധൈര്യം സംഭരിച്ച് പിതാവിനോട് വന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു സംഭാഷണ രംഗമെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിതാവിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു, സുഹൈൽ ബിൻ അംറിനോട് ഒരിക്കൽ പറഞ്ഞു, യാ അബത്ത അതുരീദു അൻ യക്കൂന വലതുക്ക വജ്ഹൈൻ, ഓ ഉപ്പ, നിങ്ങളുടെ മകനെ 2 മുഖമുള്ള ഒരു മകനായിട്ട് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോൾ പിതാവ് സുഹൈൽ ആ സമയത്ത് പ്രതികരിച്ചു, ലാ വല്ലാത്തി വല ഉസ്സ, ലാത്തയാണ് ഉസ്സയാണ് സത്യമില്ല, ആ രൂപത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ആ സമയത്ത് അവിശ്വാസിയാണ്. അപ്പോൾ മകന് പറഞ്ഞു, നിങ്ങളുടെ മകന് ഉള്ളിൽ പേടിത്തൊണ്ടനായിട്ട് അല്ലെങ്കിൽ ഭീരുവായിട്ട് പുറത്തേക്ക് ആ ധൈര്യം അഭിനയിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ഉപ്പ പറഞ്ഞില്ല. ശേഷം ആ മകൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ മകന് വിശ്വസ്തനായിട്ടുള്ള അല്ലെങ്കിൽ അനുസരണയുള്ള ഒരു ഭീരുവായിട്ട് കാണാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ധൈര്യശാലിയായിട്ടുള്ള ധീരനായിട്ടുള്ള ഒരു മാന്യനായിട്ടുള്ള എതിരാളിയായിട്ട് കാണാനാണോ നിങ്ങൾക്കിഷ്ടം? അപ്പോൾ വല്ലാത്തൊരു ചോദ്യമാണ്. അത് കേട്ട ഉടനെ ആ പിതാവിൻ്റെ പ്രതികരണം വന്നു, നിന്നെ വിശ്വസ്തനായിട്ടുള്ള അനുസരണയുള്ള ഒരു ധീരനായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഈ സംസാരത്തിലുള്ള ആ ഒരു സാമർഥ്യമെല്ലാം ആ ഉപ്പയുടെയും മകൻ്റെയും വാക്കിലെല്ലാം പ്രതിഫലിക്കുന്നുണ്ട്. എന്നിട്ട് സുഹൈൽ ബിൻ അംർ മകനോട് ചോദിച്ചു, അല്ല അതിരിക്കട്ടെ, എന്തിനാണ് നീ ഈ രൂപത്തിലെല്ലാം എന്നോട് ചോദിക്കുന്നത്? ആ സമയത്ത് മകൻ അബ്ദുല്ലാഹി ബിൻ സുഹൈൽ അദ്ദേഹം ഉപ്പയോട് കാര്യം പറഞ്ഞു, ഉപ്പ, ഞാൻ ഈ ലാത്തയും ഉസ്സയെല്ലാം ഉപേക്ഷിച്ച്
ഞാൻ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടരാണ്, അതായത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു വാർത്ത പിതാവായിട്ട് പങ്കുവെക്കുകയാണ്. അപ്പം അത് കേട്ട സമയത്ത് പിതാവ് സുഹൈൽ അങ്ങേയറ്റം ഷോക്കാവാണ്. അദ്ദേഹത്തിന് കലി അടക്കാനാകുന്നില്ല. കാരണം അദ്ദേഹം ഖുറൈശി പ്രമുഖനാണ്. ഓൾറെഡി പെൺസന്താനങ്ങളെല്ലാം ഇസ്ലാം സ്വീകരിച്ച് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മൂത്ത മകനും ആ ഇസ്ലാമിലേക്ക് പോകുന്നത്. അദ്ദേഹം പറഞ്ഞു, ഏയ് ലാ തഫ്അൽ, നീ അത് ചെയ്യല്ല എന്ന് പലതവണയായിട്ട് പറഞ്ഞു. ആ സമയത്ത് മകൻ പറഞ്ഞു, ഇത് മാത്രമാണ് സത്യം, അതിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അതിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ പിറകിലേക്ക് പോകില്ലെന്ന് മകന് തുറന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ വാക്കുകൊണ്ട് ഫലമില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് പിന്നീട് ഭീഷണിയുടെ സ്വരമാണ്. അങ്ങനെയാണല്ലോ. അപ്പോൾ പിതാവ് പറഞ്ഞു, ഞാൻ നിന്നെ വധിക്കും. അപ്പോൾ മകൻ പറഞ്ഞില്ല, നിങ്ങൾക്കതിന് സാധിക്കില്ല. അപ്പോൾ പിതാവ് അടുത്ത സാമ്പത്തികമായിട്ടുള്ള ഭീഷണിയാണ്, ഉപരോധം. പിതാവ് പറഞ്ഞു, നിനക്കറിയാമല്ലോ ഖുറൈശികളുടെ ഏറ്റവും ധനികനായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. ഈ രൂപത്തിൽ നീ പോകുകയാണെങ്കിൽ എൻ്റെ ചില്ലിക്കാശ് ഞാൻ നിനക്ക് തരില്ല. ആ സമയത്തും അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ പ്രതികരിച്ചത് സൂറത്ത് ഷൂറയുടെ 36-ാമത്തെ ആയത്തുകൊണ്ടാണ്. മാ ഇൻദല്ലാഹി ഖൈറും വ അബ്ഖ, അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ് നല്ലത്, അത് മാത്രമാണ് അവശേഷിക്കുന്നത്. പിതാവ് മൂന്നാമതായിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ ജയിലിലടക്കും. അപ്പോഴും മകൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നും ജയിലിലടക്കാനും സാധ്യമല്ല. എല്ലാത്തിനും മകൻ ഈ രൂപത്തിൽ പ്രതികരിച്ച സമയത്ത് പിതാവ് അങ്ങേയറ്റം ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടുന്നു, ഇനി മേലാൽ ഇങ്ങോട്ട് കയറി വരരുത്, എനിക്ക് ഈ രൂപത്തിലൊരു പുത്രനെ ഇല്ലെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. എന്തെങ്കിലുമൊക്കെ മകന് തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ അകത്തുണ്ട്. ആ രൂപത്തിൽ ആ മകനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അതാണ് അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹുവായിട്ട് ബന്ധപ്പെട്ട ചരിത്രം. ആ സമയത്തും ഇളയ മകൻ അബൂജന്തൽ വീട്ടിലുണ്ട്. അദ്ദേഹം നന്നേ ചെറിയ കുട്ടിയാണ്. മറ്റു മക്കളെല്ലാം ഇസ്ലാം സ്വീകരിച്ച് പോയി. ആ ടീനേജ് പ്രായത്തിലാണ്. ഇനി ആകെ പിതാവിൻ്റെ അടുത്തുള്ളത് ഈ ഇളയ സന്താനം അബൂജന്തൽ അദ്ദേഹം മാത്രമാണ്. അപ്പോൾ പിതാവ് മകനായിട്ട് ആ വീട്ടിലുണ്ട്. അങ്ങനെ ഈ മൂത്ത മകൻ അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഹിജറ അബിസീനിയയിലേക്കുള്ള ഹിജറയിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ശേഷം ഓർക്കുന്നുണ്ട്, അബിസീനിയയിൽ നിന്ന് ഒരൽപ്പം ആളുകൾ അവർ മക്കയിലുള്ള മുശ്രിക്കുകളെല്ലാം ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളൊരു കിംവദന്തി കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്ത് നജ്മുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രമെല്ലാം സീറയിൽ നമ്മൾ ആദ്യ ഭാഗങ്ങളിൽ വിശദീകരിച്ചിരുന്നു. അത് കേട്ട് ചില ആളുകൾ അബിസീനിയയിൽ നിന്നും മടങ്ങി വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഈ അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് മടങ്ങി വന്ന സമയത്ത് പിതാവ് ആ മകനെ അബ്ദുല്ലാഹി ഇബ്നു സുഹൈലിനെ പിടിച്ച് അവിടെ തടവിലാക്കുകയാണ്. തടവിലാക്കുക മാത്രമല്ല, കഠിനമായിട്ടുള്ള പീഡനമെല്ലാം നൽകുകയാണ്. അത് ഇനി ആ വീട്ടിലുണ്ടായിരുന്ന അവശേഷിക്കുന്ന ആ മകൻ, അതായത് അബൂജന്തലിനുള്ള ഒരു മെസ്സേജ് കൂടെയാണ്. നീ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇതായിരിക്കും നിൻ്റെയും അനുഭവം അല്ലെങ്കിൽ നിൻ്റെയും വിധി എന്നുള്ളൊരു മെസ്സേജ് കൂടെ പിതാവ് അതുവഴി കൈമാറുകയാണ്. സത്യത്തിൽ ആ സമയത്ത് ഇളയ മകൻ അബൂജന്തൽ അദ്ദേഹം അകം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. കാരണം ജ്യേഷ്ഠനായിട്ട് അടുത്ത ബന്ധമാണ്. അപ്പോൾ ജ്യേഷ്ഠൻ നൽകുന്ന ഉപദേശവും മറ്റെല്ലാം കേട്ട് ഓൾറെഡി അകത്ത് ഇസ്ലാം ആയിട്ടുണ്ട്. പക്ഷേ പുറമേക്കത് പ്രഖ്യാപിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഈ ജ്യേഷ്ഠൻ അബ്ദുല്ലാഹി ഇബ്നു സുഹൈൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ആ പീഡനം അസഹ്യമായ സമയത്ത് ഗതിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാം ഉപേക്ഷിച്ചതായിട്ട് അഭിനയിക്കുകയാണ് പിതാവിൻ്റെ മുമ്പിൽ. അതേസമയം അകത്ത് അദ്ദേഹം മുസ്ലിമാണ്, രഹസ്യമായിട്ട് റസൂലുള്ളാഹിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഈ സമയത്ത് തന്നെ ഈ അബൂജന്തലും അദ്ദേഹം അതേ രൂപത്തിൽ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അത് രഹസ്യമാക്കി വെച്ചു. പിന്നീട് നമ്മൾ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താൽ ഹിജറയ്ക്ക് ശേഷം ബദർ യുദ്ധത്തിൻ്റെ അവസരം വരികയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബദറിൽ മക്കക്കാരൊന്നടങ്കം ഖുറൈശികൾ ഒന്നടങ്കം യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട സമയത്ത് സുഹൈൽ ബിൻ അംർ മകനെയും കൂടെ കൂട്ടുകയാണ്. ഇനി രണ്ടാളുകൾ യുദ്ധത്തിന് അവിടെ എത്തി. യുദ്ധത്തലേന്ന് രാത്രി ഈ അബ്ദുല്ലാഹി ബിൻ സുഹൈൽ മകൻ രക്ഷപ്പെട്ട് മുസ്ലിങ്ങളുടെ ക്യാമ്പിലേക്ക് പോവുകയാണ്. അത് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വലിയ നാണക്കേടാണ്. യുദ്ധത്തലേന്ന് അദ്ദേഹം മുസ്ലിങ്ങളുടെ കൂടെ കൂടുന്നു. അതുമാത്രമല്ല, ബദർ യുദ്ധാനന്തരം ആ യുദ്ധത്തടവുകാരനായിട്ട് പിതാവ് സുഹൈൽ ബിൻ അംറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും പിടികൂടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തടവുകാരനായിട്ട് പിടികൂടിയ ഈ സുഹൈൽ ബിൻ അംറിനെ റസൂലുള്ളാഹി സ്വന്തം വീട്ടിലാണ് താമസിപ്പിക്കുന്നത്. അത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ബന്ദിയെ ആ നേതാവിൻ്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്. ആ സമയത്താണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രസ്താവന വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ദലാഇൽ ഉദ്ധരിക്കുന്നുണ്ട്, അപ്പോൾ പ്രവാചകരെ, ഞാൻ ഇയാളുടെ പല്ല് ഞാൻ പറിച്ചെടുക്കും, ഇനി മേലിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ നാവ് പൊന്തരുത്. കാരണം അത്രയും മൂർച്ചയേറിയിട്ടുള്ള നാവുകളാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ രൂപത്തിൽ ഒരാൾ അംഗഭംഗം ചെയ്യാൻ പാടില്ല, ഞാനത് ചെയ്താൽ അള്ളാഹു എന്നെയും ചെയ്യുന്നുള്ള യുദ്ധത്തിൻ്റെ വലിയ എത്തിക്സ് എല്ലാം റസൂലുള്ളാഹി അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, റസൂലുള്ളാഹി അവിടെ പറയുന്ന മറ്റൊരു കാര്യം, അതുകൊണ്ടാണ് ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹിൻ്റെ നുബുവത്തിനുള്ള തെളിവുകൾ വിവരിക്കുന്ന ഗ്രന്ഥത്തിൽ ഇത് പറയാനുള്ള കാരണം. റസൂലുള്ളാഹി പറയുന്നുണ്ട്, ദഅഹ ഫലഅല്ലഹ അൻ തസുറുക യൗമൻ. ഓ ഉമർ, അദ്ദേഹത്തെ വിട്ടേക്ക്, കാരണം അതേ നാവ് കൊണ്ട് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ അദ്ദേഹം ഒരുപക്ഷെ പറയുമായിരിക്കും. തികച്ചും അത്ഭുതകരമായിട്ടുള്ളൊരു പ്രവചനം റസൂലുള്ളാഹി ആ സമയത്ത് പറയുന്നുണ്ട്. അത് അതേ രൂപത്തിൽ തന്നെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം അത് പുലരുന്നുണ്ട്. കാരണം പിൻകാലഘട്ടത്ത്
ഈ സുഹൈൽ ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മക്കയിൽ നടത്തുന്ന മനോഹരമായിട്ടുള്ള സംഭാഷണമെല്ലാം ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. നേരത്തെ ആ ബദറിൻ്റെ ഭാഗത്ത് ഇത് വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അങ്ങനെ യുദ്ധത്തടവുകാരനായിട്ട് ഈ പിടികൂടിയ സമയത്താണ് സുഹൈൽ ബിൻ അംർ ഒരിക്കലും തനിക്ക് ടോയ്ലറ്റ് പോകാനുണ്ടെന്നെല്ലാം കളവ് പറഞ്ഞ് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഉടനെ റസൂലുള്ളാഹി മറ്റൊരാളെ വിട്ട് അദ്ദേഹത്തെ പിടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുവന്നു കൈകളെല്ലാം കെട്ടി വീണ്ടും അവിടെ ബന്ദിയാക്കി നിർത്തുകയാണ്. ആ സമയത്താണ് റസൂലുള്ളാഹിൻ്റെ പത്നിയായിരുന്ന സൗദ റളിയല്ലാഹു അൻഹ ആ ഒരു അവസ്ഥയിൽ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സുഹൈൽ ബിൻ അംറിൻ്റെ സഹോദരൻ സക്രാൻ ബിൻ അംറിൻ്റെ ആദ്യ ഭാര്യയായിരുന്നു ഈ സൗദ റളിയല്ലാഹു അൻഹ. ഇത്രയും വലിയൊരു പ്രൊഫൈലിലുള്ള ഒരാൾ ഈ രൂപത്തിൽ കണ്ട സമയത്ത് സൗദ റളിയല്ലാഹു അൻഹ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്, നാണല്ലേ ഈ രൂപത്തിൽ വന്നു നിൽക്കുക, ഇതിനും നല്ലതാ യുദ്ധക്കളത്തിൽ നിങ്ങൾ മരണപ്പെടുന്നതായിരുന്നെന്നെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ പിതാവിൻ്റെ ഈ ഒരു അവസ്ഥയിൽ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുഹൈൽ ഏറെ വിഷമിക്കുകയാണ്. റസൂലുള്ളാഹിനോട് വന്ന് സംസാരിച്ചു. അവസാനം ആ മോചനദ്രവ്യം നൽകി അദ്ദേഹത്തെ വിട്ടയക്കാമെന്ന് റസൂലുള്ളാഹി തീരുമാനിക്കുകയാണ്. അങ്ങനെ സുഹൈൽ ബിൻ അംർ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് ഞാൻ നൽകാം, പക്ഷേ എനിക്ക് മക്കയിൽ പോയി തിരിച്ചു വരാനുള്ള ഒരു സമയം നിങ്ങൾ നൽകണം. ചിന്തിച്ചു നോക്കുക, അതായത് ഒരു തവണ രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ്, എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അവസരം നൽകുകയാണ്. പകരം അതേ ഗോത്രക്കാരനായിരുന്ന മിക്രസ് ബിൻ ഹഫ്സ് എന്നുള്ള ഒരാളെ പണയത്തിന് അവിടെ വെച്ച് അദ്ദേഹം മക്കയിലേക്ക്, സുഹൈൽ ബിൻ അംർ മക്കയിലേക്ക് പോകുന്നു. ആ പറഞ്ഞ വാക്ക് അതേ രൂപത്തിൽ അദ്ദേഹം പാലിക്കുന്നുണ്ട്. അദ്ദേഹം മക്കയിൽ പോയി ആ തുകയായിട്ട് തിരിച്ചു വന്ന് റസൂലുള്ളാഹിനെ അത് ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം യാത്രയാകുന്നുണ്ട്. ഇതാണ് സുഹൈൽ ബിൻ അംറിൻ്റെ ബദറുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ ചരിത്രം. അപ്പോൾ അദ്ദേഹം നിഷേധിയാണെങ്കിലും ചില ക്വാളിറ്റികൾ അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം വാക്ക് പാലിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ പറയാൻ വിട്ടതാണ്, റസൂലുള്ളാഹി നിസ്സഹായനായിട്ട് ആ ത്വായിഫിലേക്ക് പോകുന്നുണ്ട്. ആ ത്വായിഫിൽ അവർ കല്ലെറിഞ്ഞ് ഓടിച്ച സമയത്ത് റസൂലുള്ളാഹി മടങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് അബൂ ത്വാലിബ് മരണപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹിക്ക് മക്കയിലേക്ക് തിരിച്ചു കടക്കണമെങ്കിൽ ഒരു കഫീൽ റസൂലുള്ളാഹിനെ ഒരാൾ സംരക്ഷകനായിട്ട് വരേണ്ടതുണ്ട്. അതാണ് റസൂലുള്ളാഹിക്ക് ഒരു എൻട്രി വിസ എന്നുള്ളത്. അപ്പോൾ അവിടെ റസൂലുള്ളാഹി ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കുന്നത് സുഹൈൽ ബിൻ അംറിൻ്റെ അടുത്തേക്കാണ്. ചിന്തിച്ചു നോക്കുക, അതായത് അദ്ദേഹം ശത്രുവാണെങ്കിലും ചില ക്വാളിറ്റികൾ, ചില നന്മകൾ അദ്ദേഹത്തിലുള്ളതായിട്ട് റസൂലുള്ളാഹി മനസ്സിലാക്കുന്നുണ്ട്. അതായത് അബൂലഹബിനെയും അബൂജഹലിനെയും പോലെയുള്ള നീചനായിട്ടുള്ള എതിരാളി ആയിരുന്നില്ല. ആ സമയത്ത് റസൂലുള്ളാഹി ബിലാലിനെ പറഞ്ഞയച്ച സമയത്തും വളരെ മാന്യമായിട്ടാണ് അദ്ദേഹം അത് നിരസിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് സംരക്ഷണം നൽകണമെന്നുണ്ട്, പക്ഷേ ഞാൻ ബനു ആമിർ ഗോത്രക്കാരനാണ്. ഞാൻ സംരക്ഷണം നൽകിയാൽ ബനു ഹാഷിമാരത് പ്രശ്നം ഉണ്ടാക്കുക, ഗോത്രങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ആ ഒരു കാരണമാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അപ്പോൾ മാന്യമായിട്ടാണ് അദ്ദേഹം അതിനെ നിരസിക്കുന്നത്. അപ്പോൾ ആ രൂപത്തിലുള്ള ചില നന്മകൾ റസൂലുള്ളാഹി അദ്ദേഹത്തിൽ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് തന്നെയാണ് അവസാനം അദ്ദേഹത്തിന് ആ ഹിദായത്തെല്ലാം ലഭിക്കാനുണ്ടായ കാരണം. അങ്ങനെ ബദർ യുദ്ധാനന്തരം സുഹൈൽ ബിൻ അംർ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം യുദ്ധത്തിലേറ്റ കനത്ത പരാജയം, അതോടൊപ്പം പ്രധാനപ്പെട്ട നിരവധി ലീഡർമാർ അവർക്ക് നഷ്ടമായി. പേഴ്സണലായിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ അബ്ദുള്ള മുസ്ലിങ്ങളോടൊപ്പം ചേർന്ന് മദീനയിലേക്കും പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് സുഹൈൽ ബിൻ അംറിൻ്റെ 3 മക്കളും അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. ഇനി 4ാമത് അവശേഷിക്കുന്ന ഏക മകൻ ഈ അബൂജന്തലാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ അകം കൊണ്ട് ഓൾറെഡി അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ബദറിന് ശേഷം ഏതോ ഒരു പോയിന്റിൽ ഈ അവശേഷിക്കുന്ന മകൻ അബൂജന്തൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം ജ്യേഷ്ഠനെ പോലെ തന്നെ പിതാവിൻ്റെ മുമ്പിൽ വന്ന ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. അത് അദ്ദേഹത്തിനായിട്ട് അടുത്ത ഷോക്കായിരുന്നു. അപ്പം അദ്ദേഹം ഒരിക്കലും അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, മകൻ ഒരിക്കലും ആ ഒരു അവസ്ഥ വരരുതെന്ന് കരുതി അദ്ദേഹം മകനെ വീട്ടുതടവിൽ അവിടെ ജയിലിലിട്ട് ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്. പല രൂപത്തിലായിട്ട് ആ ഇസ്ലാം ഉപേക്ഷിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. അബൂജന്തൽ റളിയല്ലാഹു അൻഹു അതിന് സന്നദ്ധമാകുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ മൂത്ത മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുഹൈൽ ഓൾറെഡി റസൂലുള്ളാഹിൻ്റെ കൂടെ സ്വഹാബിയായിട്ട് മദീനയിലുണ്ട്. മക്കയിൽ പിതാവ് സുഹൈൽ ബിൻ അംറും അതോടൊപ്പം വീട്ടുതടവിലായിട്ട് അബൂജന്തലും അവിടെ മക്കയിലുണ്ട്. അപ്പോൾ ബദറിന് ശേഷം ഏകദേശം 4-4.5 വർഷമായിട്ട് ഈ അബൂജന്തൽ അവിടെ തടവിൽ ആ പീഡനം ഏറ്റുകൊണ്ട് അവിടെ താമസിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് സുഹൈൽ ബിൻ അംർ ഹുദൈബിയയിലേക്ക് ചർച്ചയ്ക്ക് വേണ്ടി വരുന്നത്. നമ്മൾ ആദ്യത്തിൽ പറഞ്ഞ ആ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ തിരിച്ചെത്താണ്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അവിടെ ഹുദൈബിയയിൽ ഇരിക്കുന്ന സമയത്ത് ദൂരെ നിന്നും സുഹൈൽ ബിൻ അംറും 2 ആളുകളും വരുന്നതായിട്ട് റസൂലുള്ളാഹിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. റസൂലുള്ളാഹി കണ്ട ഉടനെ തന്നെ സുഹൈൽ ബിൻ അംറിനെ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ ദൂരെ നിന്നും വരുന്നത് സുഹൈലാണ്. അപ്പോൾ സുഹൈലിനെ പോലെയുള്ള ഒരാൾ അവർ പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ ഖദ് അറാദൽ ഖൗമു സുൽഹ്, അവരൊരു സന്ധിയാണ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയാണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. ശേഷം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഖദ് ജാഅ സുഹൈൽ ലഖദ് സഹുല അല്ലാഹു ലക്കും അംറക്കും. അതായത് സുഹൈൽ നമ്മളിലേക്ക് വരുന്നുണ്ട്, ആ സുഹൈൽ വഴി അള്ളാഹു സഹല് ആ എളുപ്പം നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്ന് റസൂലുള്ളാഹി ഒരു വലിയ ശുഭാപ്തി വിശ്വാസം ആ സമയത്ത് അനുയായികളായിട്ട് പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പോസ് ചെയ്ത് സാന്ദർഭികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വലിയൊരു പാഠം അത് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. റസൂലുള്ളാഹി ഇവിടെ ശുഭപ്രതീക്ഷകൾ, അതായത് ആ
ഫഅല്, അതായത് നല്ല ശകുനങ്ങൾ അതെടുക്കാവുന്നതാണ്, അത് അനുവദനീയമാണ്. അതിൽ ചില കണ്ടീഷൻ ഉണ്ടെന്ന് മാത്രം. അതിലേക്ക് വരാം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ, ബുഖാരി കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തുയറത വഅഹബ്ബുഹ ഇലയ്യൽ ഫഅലു സ്വാലിഹ്. ദുശ്ശകുനങ്ങളില്ല എന്നുള്ളത്, അന്ധവിശ്വാസങ്ങൾ, അത് ഓരോ കൾച്ചറിൽ ഓരോ സൊസൈറ്റിയിൽ വ്യത്യസ്ത രൂപത്തിലായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച വിലങ്ങ് ചാടിയാൽ അത് ദുശ്ശകുനങ്ങളായിട്ട് കാണുന്ന അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളില്ല. അതേസമയം ശുഭപ്രതീക്ഷകൾ, തഫാഉൽ, അത് ഇഷ്ടമുള്ളതാണ്, അത് അനുവദനീയമാണെന്ന് റസൂലുള്ളാഹി പറയുന്നത്. യഥാർത്ഥത്തിൽ നല്ല ശകുനം എന്നുള്ളത് അത് മറ്റൊരർത്ഥത്തിൽ ആ ഹുസ്നുൽ ദന്നു ബില്ലാഹ്, അള്ളാഹിനെ സംബന്ധിച്ചുള്ള ശുഭപ്രതീക്ഷയാണ്. മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി പറയുന്നുണ്ട്, ലാ തുയറത വലാകിൻ യുഅജിബുനി അൽ ഫഅൽ. അന്ധവിശ്വാസങ്ങളൊന്നുമില്ല, പക്ഷേ അതേസമയം ആ ഫഅൽ, ആ ശുഭപ്രതീക്ഷകൾ അത് അനുവദനീയമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, വമൽ ഫഅൽ യാ റസൂലുള്ളാഹി, എന്താണ് ഫഅൽ എന്നുള്ളത്? അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞാൽ കലിമത്തു ത്വയ്യിബ, നല്ല വാക്കുകളാണത്. അപ്പോൾ അവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണെന്നുള്ളത്, അതൊരു പോസിറ്റീവ് സൈനായിരിക്കണം. നമ്മൾ കണക്ട് ചെയ്യുന്ന കാര്യം ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കണം. രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, അത് അള്ളാഹുവായിട്ട് ലിങ്ക് ചെയ്ത് അല്ലെങ്കിൽ അള്ളാഹുവായിട്ട് ചേർത്ത് പറയണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അത് അള്ളാഹിനെ സംബന്ധിച്ചുള്ള നല്ല ചിന്തകളാണ്, ഹുസ്നുൽ ദന്നു ബില്ലാഹ്. അപ്പോൾ നേരത്തെ റസൂലുള്ളാഹി സുഹൈൽ ബിൻ അംർ വരുന്ന സമയത്ത് സുഹൈൽ വഴി അള്ളാഹു എളുപ്പം നൽകുമെന്നുള്ള, അള്ളാഹുവായിട്ട് ലിങ്ക് ചെയ്താണ് പറയുന്നത്. അപ്പോൾ ഇത് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഇരുണ്ട് മൂടിയ അന്തരീക്ഷമുള്ള ഒരു ദിവസം നമ്മൾ കതകടച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചു, പിന്നീട് നമ്മൾ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം കതക് തുറക്കുന്ന സമയത്ത് തെളിഞ്ഞ മാനം കാണുന്ന സമയത്താണ് ഇൻഷാ അല്ലാഹ് അത് അള്ളാഹു എനിക്ക് ഉത്തരം നൽകും എന്നുള്ളൊരു പ്രതീക്ഷയായിട്ട് അതിനെ കാണുന്ന, അത് അത്തരത്തിലുള്ള ശുഭപ്രതീക്ഷകൾ അല്ലെങ്കിൽ നല്ല ചിന്തകൾ അത് അനുവദനീയമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന പ്രപഞ്ച പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാം അതൊരു വ്യവസ്ഥ, അള്ളാഹു വെച്ചൊരു സബബ് മാത്രമാണ്. അതിനപ്പുറമാണ് ആ യാഥാർത്ഥ്യം ഉള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്ക്രീനാണ്, അതിനപ്പുറമാണ് ആ CPU അല്ലെങ്കിൽ ആ സോഴ്സ് കോഡ് ഉള്ളത്. നമ്മൾ അതുമായിട്ടാണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്ന സമയത്ത് അവിടെ കടന്നു വരുന്നൊരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ, ഹുദൈബിയ സന്ധിയുടെ ഏതോ ഒരു ദിവസം, മുസ്ലിങ്ങൾ അവിടെ തങ്ങിയ ഏതോ ഒരു ദിവസം രാത്രി നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്തു. അങ്ങനെ ആ മഴയ്ക്ക് ശേഷം പ്രഭാതത്തിൽ റസൂലുള്ളാഹി ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി. നമസ്കാരാനന്തരം റസൂലുള്ളാഹി അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഹൽ തദറൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇന്നലെ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്കറിയോ? അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുവും റസൂലിനെ അറിയാം. എന്താണത്? അപ്പോൾ റസൂലുള്ളാഹി അവർക്ക് പറഞ്ഞു കൊടുത്തു, അള്ളാഹു പറഞ്ഞ ആ കാര്യം, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനും ബി വകാഫിർ, എൻ്റെ അടിമകളിൽ ചില ആളുകൾ എന്നിൽ വിശ്വസിച്ചിരിക്കുന്നു, ചില ആളുകൾ അവിശ്വസിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ശേഷം റസൂലുള്ളാഹി പറയാണ്, ഫഅമ്മാമൻ ഖാല മുതിർന ബി ഫദ്ലില്ലാഹി വറഹ്മതിഹി ഫദാലിക മുഅ്മിനും ബി വകാഫിറും ബിൽ കൗകബ്. അതായത് തലേന്ന് രാത്രി മഴ പെയ്ത സമയത്ത് അള്ളാഹിൻ്റെ അനുഗ്രഹം കാരണം, അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് മഴ ലഭിച്ചു എന്ന് പറഞ്ഞ ആളുകൾ, അവർ എന്നിൽ വിശ്വസിച്ചു, നക്ഷത്രത്തിൽ അവിശ്വസിച്ചു എന്നുള്ളത്. അതേസമയം ആ നക്ഷത്രം കാരണമാണ് മഴ ലഭിച്ചതെന്ന് പറഞ്ഞ ആളുകൾ, അവരെന്നിൽ അവിശ്വസിച്ചു, അതേസമയം നക്ഷത്രത്തിൽ വിശ്വസിച്ചു എന്നുള്ളത്. അതായത് ഏതൊരു പ്രപഞ്ച പ്രതിഭാസങ്ങളും അത് അള്ളാഹു വെച്ച സബബ് മാത്രമാണ്. അതിനപ്പുറമാണ് നമ്മൾ എല്ലാത്തിൻ്റെയും സൃഷ്ടാവായിട്ട് അല്ലെങ്കിൽ നിയന്താവായിട്ട് അള്ളാഹുവായിട്ടാണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത് തന്നെയാണ് വിശ്വാസികൾ നിരന്തരം ജീവിതത്തിലുടനീളം അവരെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആ സ്ക്രീനിൽ അപ്പുറമുള്ളതായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹിൻ നുശൂർ. ആ ജീവിത മരണങ്ങൾ അത് അള്ളാഹുവാണ് നൽകുന്നത്. അപ്പോൾ സൂറത്ത് ശുഅറാഇൻ്റെ 78 മുതലുള്ള മനോഹരമായിട്ടുള്ള ആയത്തുകൾ, അല്ലദീ ഖലഖ്തനി ഫഹുവ യഹ്ദീൻ, അപ്പോൾ അള്ളാഹുവാണ് എൻ്റെ സൃഷ്ടാവ്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും മാതാവാണ് നമ്മളെ പ്രസവിച്ചത്. പക്ഷേ ആ മാതാവ് എന്നുള്ളത് അള്ളാഹു ഉപയോഗിച്ച ഒരു മീൻസ്, ഒരു മാർഗം, ഒരു സബബ് മാത്രമാണ്. അതിനപ്പുറമുള്ളതായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അതല്ലെങ്കിൽ വല്ലദീ ഹുവ യുത്ഇമുനി വ യസ്ഖീൻ, അള്ളാഹുവാണ് എന്നെ ഭക്ഷിപ്പിക്കുന്നത്, കുടിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇദാ മരിൽത ഫഹുവ യശ്ഫീൻ, രോഗം വന്നാൽ ശമിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചില മാർഗങ്ങൾ വഴിയാണ് നമുക്ക് ലഭിക്കുന്നത്. ആ മാർഗങ്ങൾ, നിങ്ങൾ അനുവദനീയമായിട്ടുള്ള മാർഗങ്ങൾ തേടണമെന്നും അള്ളാഹു റസൂലെല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിസ്ഖിൻ്റെ കാര്യത്തിൽ ഫംഷൂഫി മനാക്കിബിഹ വക്കുലൂമി റിസ്ഖി, അള്ളാഹു പറഞ്ഞു ആ റിസ്ഖിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ, നിങ്ങൾ ഭൂമിയിൽ ഇറങ്ങി അതിനുവേണ്ടി അധ്വാനിക്കേണ്ടതുണ്ട്, ജോലി പഠിച്ച് സമ്പാദിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ രോഗം വന്നാൽ ചികിത്സിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അനുവദനീയമായിട്ടുള്ള അത്തരത്തിലുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ തേടേണ്ടതുണ്ട്. പക്ഷേ അവിടെയും ആ മാർഗ്ഗങ്ങളെയും സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. മുസബ്ബിബുൽ അസ്ബാബ്, എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനായിട്ടുള്ളവൻ അള്ളാഹുവാണ്. അപ്പോൾ ആത്യന്തികമായിട്ട് വിശ്വാസികൾ എല്ലാത്തിനെയും കണക്ട് ചെയ്യേണ്ടത് അള്ളാഹുവുമായിട്ടാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ ആ കാരണങ്ങൾ എന്നുള്ളത്, അസ്ബാബ് എന്നുള്ളത് ഒരു സ്ക്രീന് മാത്രമാണ്. അതിനപ്പുറമുള്ള യാഥാർത്ഥ്യമായിട്ടാണ് വിശ്വാസികളെല്ലാം കണക്ട് ചെയ്യേണ്ടത്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാരണങ്ങളുടെയും കാരണക്കാരനെന്ന് പറയുമ്പോൾ
അള്ളാഹ്ക്ക് ആ മാർഗ്ഗങ്ങളില്ലാതെയും പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ മറിയം ബീവി സലാമുൻ അലൈഹി അവരുടെ ചരിത്രം, അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീ, അതെല്ലാം നമ്മൾ പരിശുദ്ധ ഖുർആനിൽ ഉദാഹരണമായിട്ട് കാണുന്നുണ്ട്. എല്ലാത്തിൻ്റെയും കാരണക്കാരനായിട്ടുള്ളവൻ അത് അള്ളാഹു ആണ്. അപ്പോൾ അവിടെ പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണം കൂടെയാണ്. അപ്പോൾ ആധുനിക കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ മോശമായിട്ട് ചെയ്ത് അത് അതേ രൂപത്തിൽ അയാൾക്ക് തിരിച്ചടി ലഭിക്കുന്ന സമയത്ത് അത് കർമ്മയാണ്. അതായത് എല്ലാം ഇവിടെ മെക്കാനിക്കലായിട്ട് യാന്ത്രികമായിട്ട് ആ കർമ്മങ്ങളുടെ പരിണിത ഫലം ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതൊരു കോസ്മിക് ബാലൻസ് ആണ്, അതല്ലെങ്കിൽ ഒരു എനർജിയാണ്. നമ്മൾ മോശം കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളിൽ നിന്നും ഒരു ഊർജം പുറത്തു പോകും, അത് തിരിച്ചു വരും എന്നുള്ള രൂപത്തിലുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ദൗർഭാഗ്യവശാൽ ചില വിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും അതെല്ലാം ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസിദ്ധമായിട്ടുള്ള നിരവധി ഇബാറത്തുകൾ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, അതല്ലെങ്കിൽ കമാ തദീനു തുദാൻ, ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, വാട്ട് ഗോസ് അറൗണ്ട് കംസ് അറൗണ്ട് നമ്മൾ പറയാറുണ്ട്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാന സങ്കല്പ പരിശുദ്ധ ഖുർആൻ തന്നെ. ഇപ്പോൾ സൂറത്തുൽ റഹ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, ആ ഇഹ്സാനുള്ള പ്രതിഫലം അത് ഇഹ്സാനാണ്. അല്ലെങ്കിൽ അർ റാഹിമൂന യർഹമുഹും റഹ്മാൻ, മറ്റുള്ള ആളുകളോട് കരുണ കാണിക്കുന്നത് അവരോട് അള്ളാഹു കരുണ കാണിക്കും എന്നുള്ളതാണ്. അപ്പം അത് മോശം പ്രവർത്തനങ്ങളുടെ കാര്യത്തിലും, ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്ത് റൂമിൻ്റെ 41-ാമത്തെ വചനത്തിൽ ദുഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണം നിരവധി കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഫസാദുകൾ ഉണ്ടായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹു ആ ആയത്തിൽ പറയുന്നുണ്ട്, യുദീഖഹും ബഅദല്ലദീ അമിലു, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർ അല്പം ആസ്വദിക്കാൻ വേണ്ടി എന്നുള്ള അത് തിരിച്ചടിക്കുന്നതിനെ സംബന്ധിച്ചാണ്. അതല്ലെങ്കിൽ സൂറത്ത് ഫാത്തിറിൻ്റെ 43-ാമത്തെ വചനത്തിൽ മക്റുസയ്യി, അള്ളാഹു കുതന്ത്രങ്ങളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വലാ യഹീഖുൽ മക്റുസയ്യിഉ ഇല്ലാ ബി അഹ്ലിഹി, ആ കുതന്ത്രങ്ങൾ ദുഷിച്ച തന്ത്രങ്ങൾ പ്രയോഗിച്ച ആളുകൾ അത് അവരിലേക്ക് തന്നെ വന്ന് ഭവിക്കും എന്നുള്ള അതിനെ സംബന്ധിച്ചാണ് അള്ളാഹു പറയുന്നത്. പക്ഷെ അവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതെല്ലാം അള്ളാഹു ആയിട്ടാണ് അവർ കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇക്വേഷനിൽ നിന്ന് മാറ്റി അത് ഏതെങ്കിലും ഒരു സ്ഥലമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രതിഭാസമായിട്ടോ ഊർജ്ജമായിട്ടോ എല്ലാം കണക്ട് ചെയ്യുന്ന സമയത്ത് അത് വിശ്വാസികൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. റസൂലുള്ള മറ്റൊരു ഹദീസിൽ, ഖുദ്സിയായിട്ടുള്ള ഹദീസ്, അള്ളാഹു പറയുന്നൊരു ഹദീസിൽ, യസുബ് ഇബ്നു ആദമ ദഹർ, അള്ളാഹു പറയുന്നുണ്ട്, ആദമിൻ്റെ മക്കൾ അവർ സമയത്തെ പഴിക്കുന്നു, വ അന ദഹർ ബിയദിഹിൽ ലൈലു വന്നഹാർ, ഞാനാണ് ആ സമയം, എൻ്റെ കയ്യിലാണ് ആ സമയത്തിൻ്റെ നിയന്ത്രണം എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ, അത് അള്ളാഹുവിലുള്ള വിശ്വാസം, മരണാന്തര ജീവിതത്തിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ വിധിവിശ്വാസം, അതിനെല്ലാം എതിരായിട്ട് വരികയാണ്. കാരണം ആ കർമ്മങ്ങളുടെ പരിണിത ഫലം അത് സദാസമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള തിരിച്ചടി ആയിക്കൊള്ളുന്നില്ല. അള്ളാഹു അത് ബാലൻസ് ചെയ്യുന്നത് അത് മറ്റൊരു രൂപത്തിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചില സമയത്ത് അതിൻ്റെ സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ബാലൻസിങ് സംഭവിക്കുന്നത് ആഖിറത്തിലായിരിക്കും. അപ്പോൾ ദുനിയാവ് അത് ദാറുൽ ബല, അത് പരീക്ഷണ സങ്കേതമാണ്, അത് പരീക്ഷ ഹാളാണ്. അതേസമയം ദാറുൽ ജസ എന്നുള്ളത്, ആ റിസൾട്ട് അല്ലെങ്കിൽ ആ ട്രോഫി നൽകുന്ന സ്ഥലം അത് ആഖിറത്താണ്. ഒരു പക്ഷേ ആ ഫലം അവിടെ വെച്ചായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾ നല്ല കാര്യം ചെയ്താലും അതിൻ്റെ പൂർണ്ണ ഫലം ഇവിടെ ലഭിച്ചു കൊള്ളുന്നില്ല. ചിലത് അള്ളാഹു ആഖിറത്തിലുള്ള ആ സേവിങ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കും, അവിടെ വെച്ചായിരിക്കും ആ വിഡ്രോവൽ. അതല്ലെങ്കിൽ മറ്റു ചില ആളുകൾ മോശം കാര്യങ്ങൾ എത്ര തന്നെ ചെയ്താലും അതിൻ്റെ ആ ഫലം ഇവിടെ അവർ അനുഭവിച്ചു കൊള്ളുന്നില്ല. ഇപ്പോൾ അക്രമികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു അത്തരം ആളുകൾക്ക് സമയം നീട്ടിക്കൊടുക്കുമെന്ന് അള്ളാഹു പറയുന്നുണ്ട്. കാരണം അവിടെ വെച്ചിട്ടാണ് ആ പൂർണ്ണമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് സംഭവിക്കുക. അതല്ലെങ്കിൽ ചില ആളുകൾ ഇനി മോശം പ്രവൃത്തി ചെയ്താലും അവരുടെ തൗബ കാരണം, അവരുടെ പശ്ചാത്താപം കാരണം അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കാതെ അവർ രക്ഷപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ മറ്റുള്ള ചില ആളുകൾ അവരൊന്നും ചെയ്യാതെ ഒരു കാരണമില്ലാതെ അവർ മോശം അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും. അത് കാരണം അള്ളാഹുവിൻ്റെ അടുത്ത് അവരുടെ സ്ഥാനം, അവരുടെ പദവി അള്ളാഹു ഒരുപാട് ഉയർത്തുകയാണ്. അവർക്ക് വമ്പിച്ച പ്രതിഫലം അള്ളാഹു നൽകണം. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഗസയിലുള്ള നിരവധി മനുഷ്യർ അള്ളാഹു അവർക്ക് എളുപ്പം പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ കാലങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരാണ്. അത് കാരണം അള്ളാഹുവിങ്കിൽ അവർ ഏറ്റവും ഉയർന്നവരായിട്ട് മാറാണ്. ഈ രൂപത്തിലാണ് അതായത് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരേത് കാര്യമാണെങ്കിലും കർമ്മമാണെങ്കിലും ആത്യന്തികമായിട്ട് അവരെല്ലാം കണക്ട് ചെയ്യേണ്ടത് എല്ലാ കാര്യങ്ങളുടെയും കാരണക്കാരനായിട്ടുള്ള അള്ളാഹുവുമായിട്ടാണ്. മറ്റൊരു കാര്യം ഇവിടെ പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുഹൈൽ ബിൻ അംറിൻ്റെ വരവ് കണ്ട സമയത്ത് അനുയായികളോട് പങ്കുവെച്ച ആ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്, ആ തഫാഉൽ ഒപ്റ്റിമിസം. അത് റസൂലുള്ളാഹിൻ്റെ ആ സീറയിൽ ഉടനീളം അത് പ്രതിഫലിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എത്ര പോസിറ്റീവാണ് റസൂലുള്ള ഓരോ സാഹചര്യത്തിലൊന്ന് ചിന്തിച്ച് നോക്കുക. അത് ആ മക്കൻ സീറയിൽ ഉടനീളം കാണാം, ഹിജറയുടെ സമയത്ത് കാണാം. ഹിജറയുടെ സമയത്ത് എല്ലാം ഇട്ടെറിഞ്ഞ് ഉപേക്ഷിച്ച് പോകുന്ന സമയത്താണ് റസൂലുള്ളാഹിനെ പിന്തുടർന്ന സുറാഖ ബിൻ മാലിക്കിനോട് ആ പേർഷ്യ കീഴടക്കുന്നതിനെ സംബന്ധിച്ചും കിസ്രയുടെ വളകൾ വന്നു ചേരുന്നതിനെ സംബന്ധിച്ചുള്ള ആ ശുഭപ്രതീക്ഷയുടെ വാക്കുകൾ റസൂലുള്ളാഹി നൽകുന്നത്. ഇതെല്ലാം
നമ്മൾ മതമെല്ലാം മാറ്റിവെച്ച് ഭൗതികമായിട്ടുള്ള ലെൻസിലൂടെ മാത്രം സീറ നോക്കുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പാണ്, ലോക ചരിത്രത്തിൽ ഇത്രയേറെ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ച മറ്റൊരു നേതാവിനെയും കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ആ ഹിജറയുടെ സമയത്താണ് ആ ശത്രുക്കളുടെ കാലുകൾ കാണുമാറ് ആ ഗുഹക്കകത്തിരുന്ന സമയത്തും റസൂലുള്ള അവിടെ ശുഭവാക്കുകൾ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബദറിൽ കാണാം ഉഹുദ് അത്ഭുതമാണ്. കാരണം ഉഹുദ് അത്രയേറെ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് നമുക്ക് സമ്മാനിച്ചത്. റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട 70ഓളം അനുയായികളെ റസൂലുള്ളാഹിക്ക് ഉഹുദിൽ നഷ്ടമാകുന്നുണ്ട്. പ്രിയപ്പെട്ട പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു അതിൽ രക്തസാക്ഷിയാകുന്നുണ്ട്. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഉഹുദിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ഹാദാ ജബലുൻ യുഹിബ്ബുന വനുഹിബ്ബുഹു, ഈ ഉഹുദ് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്, അത് നമ്മളെയും നമ്മൾ അതിനെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാം ഒരു നെഗറ്റീവായിട്ടുള്ളൊരു അനുഭവം ഉണ്ടെങ്കിൽ പിന്നീട് ആ പരിസരത്തേക്ക് നമ്മൾ പോകാൻ ഇഷ്ടപ്പെടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയേറെ വേദനിപ്പിക്കുന്ന ഓർമ്മകളുണ്ടെങ്കിലും റസൂലുള്ള ഫോക്കസ് ചെയ്യുന്നത് ആ പോസിറ്റീവിലേക്കാണ്. കാരണം നിരവധി പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ അവതരിക്കാൻ അത് കാരണമായി. അതേപോലെ തന്നെ വരും തലമുറകളിലുള്ള വിശ്വാസികൾക്കടക്കം നിരവധി പാഠങ്ങൾ, ക്ഷമയുടെയും വിശ്വാസത്തിൻ്റെ എല്ലാം വലിയ പാഠങ്ങൾ അതുവഴി ലഭിച്ചു എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ആ ഖന്തക്ക് യുദ്ധത്തിൻ്റെ ചരിത്രത്തിലും ആ ഖന്തക്കിൽ മുസ്ലിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കിടങ്ങ് കുഴിക്കുന്ന സമയത്താണ് റസൂലുള്ള വലിയ വലിയ ശുഭപ്രതീക്ഷകൾ അവിടെ നൽകുന്നുണ്ട്. ആ റോം കീഴടക്കുന്നതും പേർഷ്യ കീഴടക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം റസൂലുള്ള അവിടെ സംസാരിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് ആ ഖന്തക്കിൽ ആ ബനൂ ഖുറൈളയുടെ ആ ചതിയുടെ വാർത്ത സമയത്ത് ശത്രുക്കൾ അകത്തുനിന്നും പുറത്തുനിന്നെല്ലാം മുസ്ലിങ്ങളെ വലയം ചെയ്ത ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള മുസ്ലിങ്ങളോട് പറയുന്നുണ്ട്, അബ്ശിർ യാ മഅ്ശറൽ മുസ്ലിമീൻ ബി ഫത്ഹില്ലാഹി വൻ നസ്ർ, അള്ളാഹിൻ്റെ സഹായം വിജയവും എല്ലാം കാരണം നിങ്ങൾ സന്തോഷിക്കുക എന്ന് റസൂലുള്ള ആ സമയത്ത് പറയുന്നുണ്ട്. ആ ഒരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിലുടനീളം നമ്മളൊരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ഇനി നമ്മൾ പറയാനിരിക്കുന്ന ഹുനൈൻ യുദ്ധത്തിൻ്റെ എല്ലാം ചരിത്രത്തിൽ അങ്ങേയറ്റം കഠിനമായിട്ടുള്ള ദിനം, ഹവാസിൻ ഗോത്രക്കാർ എല്ലാം ഒരുക്കുകൂട്ടി ആ മലക്കപ്പുറം നിന്ന സമയത്ത് അനുയായികൾ അത് അങ്ങേയറ്റം ഭയത്തോടുകൂടെ റസൂലുള്ളാഹിനോട് വന്ന് പറഞ്ഞ സമയത്ത് ഫതബസ്സമ റസൂലുള്ള ആ സമയത്ത് പുഞ്ചിരിച്ചു എന്നുള്ളതാണ്. എന്നാൽ റസൂലുള്ള പറയുന്നുണ്ട്, തിൽക ഗനീമത്തുൽ മുസ്ലിമീന ഗദൻ, അത് നാളെ മുസ്ലിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഗനീമത്താണെന്ന് റസൂലുള്ള തലേന്ന് പറയുന്നുണ്ട്. ആ വരാനിരിക്കുന്ന ആ വിജയത്തെ സംബന്ധിച്ച റസൂലുള്ള പറയുന്നത്. അപ്പം അങ്ങേയറ്റം ഭീതിയുടെ നിമിഷങ്ങളിലും റസൂലുള്ളയാകുന്ന ലീഡർ അനുയായികളിലേക്ക് പകരുന്ന അസാമാന്യമായിട്ടുള്ള ആ ഒരു ശുഭാപ്തി വിശ്വാസം, അതിൻ്റെ ഉദാഹരണങ്ങൾ ആ സീറയിലുടനീളം അതെന്നെ ഒരു വിഷയമായിട്ട് സംസാരിക്കാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഇപ്പോൾ ചില നെഗറ്റീവായിട്ടുള്ള മോശം അർത്ഥം വന്നു ചേരുന്ന പേരുകൾ കണ്ടാൽ തന്നെ റസൂലുള്ള അത് മാറ്റി പോസിറ്റീവായിട്ടുള്ള ഒന്ന് നൽകുക എന്നുള്ളതാണ്. ഇപ്പം എന്തിനേറെ ഇപ്പോൾ മദീനയുടെ ആദ്യത്തെ പേര് യഥ്രിബ് എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള പദം ഇപ്പോൾ സൂറത്ത് യൂസുഫിൽ ലാ തഥ്രീബ അലൈക്കുമുൽ യൗം, ദോഷമെന്നുള്ള അർത്ഥമാണ്. അത് റസൂലുള്ള മാറ്റി മദീനക്ക് ത്വാബ, വിശുദ്ധമായത് പവിത്രമായത്, ആ പേര് റസൂലുള്ള മാറ്റുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സമയത്ത് റസൂലുള്ള ഒരു താഴ്വരയിലൂടെ പോയ സമയത്ത് ആ താഴ്വരയുടെ പേര് ശിഅബുൽ ദലാല, വഴികേടിൻ്റെ താഴ്വര എന്നായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ റസൂലുള്ള ആ പേര് മാറ്റി ശിഅബുൽ ഹിദായ, വഴികാട്ടലിൻ്റെ താഴ്വര എന്ന് പേര് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് സ്ഥലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മോശം അർത്ഥം വരുന്ന ചില ആളുകളുടെ പേരുകൾ ശ്രദ്ധയിൽപ്പെട്ട സമയത്തും റസൂലുള്ള അത് മാറ്റുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ ആസിയ എന്ന പേരിലുള്ള ഒരു സ്ത്രീ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്ന സമയത്ത്, ആസിയ എന്ന് വെച്ചാൽ അനുസരണക്കേട് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ റസൂലുള്ള ആ പേര് മാറ്റി ജമീല, ഭംഗിയുള്ളവളെന്ന് മാറ്റുന്നുണ്ട്. അവിടെ കൺഫ്യൂഷൻ ആവരുത്, സ്വാദാണ്. സീന് വരുന്ന സമയത്ത് ആസിയ എന്നുള്ളത് ഇപ്പോൾ ഫിർഔൻ്റെ ഭാര്യയുടെ നാമം, അത് ആശ്വാസം നൽകുന്നവൾ എന്നുള്ള നല്ല അർത്ഥമാണ്. മറ്റൊരു സമയത്ത് ഹസൻ എന്നുള്ള പേര്, ദുഃഖം എന്ന അർത്ഥം വരുന്ന ആ പേര് ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് റസൂലുള്ള അത് സഹൽ, എളുപ്പമെന്നാക്കി മാറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ ഹർബെന്ന്, യുദ്ധമെന്ന് ഒരാൾ പേരിട്ട സമയത്ത് റസൂലുള്ള അത് മാറ്റി സിൽമ്, സമാധാനമെന്ന് നൽകുന്നുണ്ട്. അത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികൾക്കും ഹർബ് എന്നായിരുന്നു ആദ്യം നാമം നൽകിയത്. റസൂലുള്ളാഹിയാണ് അത് തിരുത്തി ഹസൻ, ഹുസൈൻ എന്നെല്ലാം റസൂലുള്ള മാറ്റി ആ പേര് നൽകുന്നതായിട്ടെല്ലാം ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ വ്യക്തിജീവിതം നമ്മൾ പരിശോധിക്കുന്ന സമയത്തും എത്ര ട്രാജഡികളാണ്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെടുന്നു, 6ാമത്തെ വയസ്സിൽ മാതാവ്, പിന്നീട് സംരക്ഷിക്കുന്ന ആളുകൾ ഓരോരുത്തരായിട്ട് റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെടുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് മുഴുവൻ മക്കളെയും റസൂലുള്ളാഹിക്ക്, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഒഴികെ, ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ടാണ് റസൂലുള്ള ഈ ലോകത്തോട് വിട പറയുന്നത്. ഇതേ രൂപത്തിലുള്ള നിരവധി ട്രാജഡികളിലൂടെ കടന്നു പോകുന്ന സമയത്തും സ്വഹാബികൾ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, റസൂലുള്ളാഹിയേക്കാൾ പുഞ്ചിരിക്കുന്ന മറ്റൊരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ള. സദാസമയത്തും ആ ഒരു പുഞ്ചിരി റസൂലുള്ളാഹിൻ്റെ മുഖത്തുണ്ടാകുമായിരുന്നു എന്നുള്ള അത്രയേറെ പോസിറ്റിവിറ്റി. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാണ്. ഹുദൈബിയയുടെ ആ ഒരു സന്ദർഭത്തിലും ആ സുഹൈൽ ബിൻ അംറിൻ്റെ ആ വരവ് കണ്ട സമയത്ത് ആ സുഹൈലിലൂടെ അള്ളാഹു എളുപ്പം ആ സഹല് നൽകുമെന്നുള്ള ആ ശുഭാപ്തി വിശ്വാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായിട്ട് പങ്കുവെക്കുകയാണ്. അങ്ങനെ സുഹൈൽ ബിൻ അംറും കൂടെ ഉണ്ടായിരുന്ന 2 ആളുകളും
അവർ റസൂലുള്ളാഹിൻ്റെ ക്യാമ്പിലേക്ക് എത്തി. റസൂലുള്ളാഹിക്ക് അഭിമുഖമായിട്ട് അവിടെ സംസാരിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവരുടെ ആ സംസാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, റസൂലുള്ളാഹി ഹുദൈബിയയിലേക്ക് എത്തിയ ഉടനെ ആ കിണറിന് സമീപത്ത് വെച്ച് റസൂലുള്ളാഹി പറഞ്ഞ ചില വാക്കുകൾ അതൊന്ന് ഉണർത്തേണ്ടതുണ്ട്. നമ്മളൊന്ന് റിവൈൻഡ് ചെയ്യുകയാണ്. റസൂലുള്ളാഹി ആ സമയത്ത് പറഞ്ഞിരുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം, ലാ യസ്അലൂനനി ഖുത്വതൻ യുഅല്ലിമൂന ഫീഹാ ഹുറുമാത്തില്ലാഹി ഫീഹാ ഇല്ലാ അഅതൈതുഹും ഇയ്യാഹാ. അതായത് ഖുറൈശികൾ അള്ളാഹിൻ്റെ പവിത്ര കേന്ദ്രങ്ങളെ ആദരിച്ചുകൊണ്ട് ഹലാലായിട്ടുള്ള എന്ത് കാര്യത്തിനും എന്ത് വിട്ടുവീഴ്ചക്കും ഖുറൈശികൾ എന്നെ ക്ഷണിച്ചാലും ഞാൻ അതിന് സന്നദ്ധാകുമെന്ന് റസൂലുള്ളാഹി ആ സമയത്ത് പറഞ്ഞിരുന്നു. അത് കേട്ട സമയത്ത് അപ്പോൾ സ്വഹാബികൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അപ്പം അവിടെ പറഞ്ഞ ആ കാര്യം ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോവാണ്, അവർ നേരിട്ട് കാണാൻ പോവാണ്. റസൂലുള്ളാഹി പറഞ്ഞതിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇനി ആ കരാറിലുടനീളം നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സുഹൈൽ ബിൻ അംർ ആ ഉടമ്പടിയെ സന്ധ്യയെക്കുറിച്ചാണ് അവിടെ സംസാരിച്ചത്. റസൂലുള്ളാഹി അത് അംഗീകരിക്കുകയും ചെയ്തു. അവർക്കിടയിൽ രണ്ടാളും അംഗീകരിക്കുന്ന രൂപത്തിലുള്ള ഒരു കരാറ് അത് എഴുതി രേഖാപൂർവ്വം അത് എഴുതി തയ്യാറാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി അത് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു ഫലകം എഴുതുന്ന സാധനം കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ എഴുതാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു ഭാഗത്ത് സുഹൈൽ ബിൻ അംർ, മറുഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ. ഫദഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ കാത്തിബ്, അത് രേഖപ്പെടുത്താൻ വേണ്ടി ഒരു എഴുത്തുകാരനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഇരുത്തി. അത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതിൻ്റെ കാരണം നമുക്കറിയാം, റസൂലുള്ളാഹിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. സൂറത്തുൽ അങ്കബൂത്തിൻ്റെ 48-ാമത്തെ വചനം, വമാ കുൻത തത്ലൂ മിൻ ഖബ്ലിഹി മിൻ കിതാബിൻ വലാ തഖുത്തുഹു ബിയമീനിക്, താങ്കൾ ഇതുവരെ ഒരു ഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല, കൈകൊണ്ട് എഴുതിയിട്ടില്ല. കാരണം റസൂലുള്ളാഹിക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. അങ്ങനെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ കരാറ് രേഖപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹിൻ്റെ സമീപത്തിരുന്നു. അങ്ങനെ അവർ ഇരുകൂട്ടരും ചർച്ച ചെയ്ത് ആ കരാർ എഴുതാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തുടക്കത്തിൽ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങുക, അത് എഴുതാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശിച്ചു. അലി റളിയല്ലാഹു അൻഹു അത് എഴുതാൻ ഒരുങ്ങുന്ന സമയത്ത് സുഹൈൽ ബിൻ അംർ തടസ്സപ്പെടുത്തി. അയാൾ പറഞ്ഞു, ഹേയ്, റഹ്മാൻ എന്ന് എഴുതാൻ പറ്റില്ല. കാരണം ഖാല സുഹൈൽ അമ്മർ റഹ്മാൻ ഫവല്ലാഹി മാ അദ്രി മാ ഹുവ, എന്താണ് ഈ റഹ്മാൻ, നിങ്ങൾ പറയുന്ന റഹ്മാൻ പരമകാരുണ്യകൻ എന്നുള്ളത് അത് ഞങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ, അത് മതി. കാരണം റഹ്മാൻ എന്നുള്ള ആ ഒരു അള്ളാഹിൻ്റെ നാമം, കാരുണ്യവാൻ എന്നുള്ള ആ ഒരു നാമത്തെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് അറിവുണ്ടായിരുന്നില്ല. അതാണ് ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാൻ്റെ 60-ാമത്തെ വചനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്. വഇദാ ഖീല ലഹും ഉസ്ജുദൂ ലിറഹ്മാനി ഖാലു അമർ റഹ്മാൻ, പരമകാരുണ്യകനായിട്ടുള്ള അള്ളാഹിൻ്റെ മുമ്പിൽ നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരോട് പറഞ്ഞാൽ അവർ ചോദിക്കും വമർ റഹ്മാൻ, എന്ത് റഹ്മാൻ, അതായത് അവർക്ക് അതിനെക്കുറിച്ച് അറിവില്ല എന്നുള്ള. അതുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു സൈഡ് പോയിന്റ്, ഇപ്പോൾ മക്കൻ സൂറത്തുകളിൽ അള്ളാഹു ആവർത്തിച്ച് ആ റഹ്മാൻ എന്നുള്ള ഒരു ക്വാളിറ്റി അവരെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹിൻ്റെ നാമങ്ങളിൽ അറിയപ്പെടുന്ന ഏക സൂറത്ത് റഹ്മാൻ, അത് മക്കി സൂറത്താണ്. മക്കൻ കാലഘട്ടത്തിലാണ് അത് അള്ളാഹു നൽകുന്നത്. ആ ഒരു സൂറത്തിലുടനീളം അള്ളാഹു എന്നുള്ള ഒരു പേര് പോലും കാണാൻ സാധ്യമല്ല. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മക്കൻ സൂറത്തുകളിലുടനീളം ആ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ നാമം അവരെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആ റഹ്മാൻ എന്നുള്ള അള്ളാഹിൻ്റെ നാമം ആവർത്തിക്കപ്പെടുന്ന സൂറത്ത് മറിയമാണ്. അതും മക്കൻ സൂറത്താണ്. അത് അള്ളാഹു നിരന്തരം ആ റഹ്മാനാകുന്ന അള്ളാഹുവിനെ സംബന്ധിച്ച് അവരെ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് വിശദമായിട്ട് ഇപ്പോൾ നമ്മൾ റമദാൻ സീരീസായിട്ട് അള്ളാഹിൻ്റെ നാമങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ നാമത്തെ സംബന്ധിച്ച് വിശദമായിട്ട് അവിടെ പറയും. ഏതായിരുന്നാലും സുഹൈൽ ബിൻ അംർ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് എഴുതുന്നതിനെ തടയാണ്. ഇപ്പോൾ സുഹൈൽ ബിൻ അംർ ആ രൂപത്തിൽ എഴുതുന്നതിനെ വിലക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആകമാനം ഇളകുകയാണ്. അവർ പറഞ്ഞു, വല്ലാഹി ലാ നക്തുബുഹാ ഇല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലാഹി ഞങ്ങളത് എഴുതുമെന്ന് അവർ വാശി പിടിക്കുകയാണ്. ആ സമയത്ത് ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്തുബ് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ ആ സന്ധി സംഭാഷണം മുന്നോട്ട് പോകേണ്ടതുണ്ട്. തുടക്കത്തിൽ തന്നെ സുഹൈൽ ബിൻ അംർ ഈ രൂപത്തിലാണ് പ്രതികരിക്കുന്നത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കാണിക്കുന്ന ആ വിട്ടുവീഴ്ച, നേരത്തെ പറഞ്ഞ ആ ഒരു പ്രസ്താവന ഇവിടെ എല്ലാം ചേർത്ത് വായിക്കുക. അപ്പോൾ ആദ്യം ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതി, ശേഷം അതിൻ്റെ തൊട്ട് താഴെയായിട്ട് രണ്ടാമത്തെ വരിയായിട്ട് അതിൻ്റെ ആമുഖം, ആ ഹെഡർ, അത് കുറിക്കാൻ വേണ്ടി റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിച്ചു. ഉക്തുബ് ഹാദാ മാ സ്വാലഹ അലൈഹി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ബിൻ അംർ, അതായത് ഇനി താഴെ പറയാൻ പോകുന്ന കാര്യം അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സുഹൈൽ ബിൻ അംറും തമ്മിലുണ്ടാക്കുന്ന ഉടമ്പടി അല്ലെങ്കിൽ സന്ധിരേഖയാണ് എന്നുള്ള ആ ഒരു ആമുഖം കുറിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അത് എഴുതി. ഉടനെ തന്നെ സുഹൈൽ ബിൻ അംർ വീണ്ടും തടസ്സപ്പെടുത്തി. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഏയ് മുഹമ്മദ് റസൂലുള്ളാഹി അത് എഴുതാൻ പാടില്ല. കാരണം ലൗ കുന്നാ നഅലമു അന്നക റസൂലുള്ളാഹി മാ സദദ്നാക അനിൽ ബൈത്തി വലാ ഖതൽനാക, ഏയ് നിങ്ങൾ ഈ പറയുന്ന മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഞങ്ങൾ അംഗീകരിച്ചിരുന്നെങ്കിൽ
നിങ്ങളിപ്പോൾ ഈ കഅബയിൽ കയറുന്നത് തടഞ്ഞു വെക്കുക, അതല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇത്രയേറെ യുദ്ധത്തിനൊന്നും ഞങ്ങൾ വരുമായിരുന്നില്ല. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പറ്റില്ല. പകരം ഉക്തുബ് ഇസ്മക് വ ഇസ്മ അബീഖ്, നിങ്ങളുടെ പിതാവിൻ്റെ പേരിനോട് കൂട്ടി ചേർത്ത് എഴുതാം. അതായത് മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ എഴുതാമെന്ന് സുഹൈൽ ബിൻ അംർ അവിടെ പറയുകയാണ്. അപ്പോൾ അത് കേട്ട ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹി ഇന്നി റസൂലുള്ളാഹി വ ഇൻ കദ്ദബ്തുമൂനി, നിങ്ങൾ എന്നെ കളവാക്കിയാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഞാൻ അള്ളാഹിൻ്റെ ദൂതന് തന്നെയാണ്. ശേഷം റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനോട് ഉക്തുബ് മുഹമ്മദ് ബിൻ അബ്ദില്ല, മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അവിടെ ചില റിപ്പോർട്ടുകളിൽ സ്വഹീഹ് മുസ്ലിമിലുള്ള ഉദ്ധരണിയെല്ലാം പ്രകാരം അലി റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ അത് എഴുതി കഴിഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅമർ അലി അൻ യംഹഹ, റസൂലുള്ളാഹി അത് മായ്ക്കാൻ വേണ്ടി, ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് മായ്ക്കാൻ വേണ്ടി റസൂലുള്ളാഹി അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ വല്ലാഹി ലാ അംഹുക അബദ, വല്ലാഹി ഞാനതൊരിക്കലും എൻ്റെ കൈ കൊണ്ട് മായ്ക്കില്ല എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് അവിടെ മനോഹരമാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞത് കേൾക്കാതിരിക്കുക വഴി റസൂലുള്ളാഹിനോടുള്ള ആ ഒരു ആദരവും ആ സ്നേഹമെല്ലാം അലി റളിയല്ലാഹു അൻഹു പ്രകടിപ്പിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ആ ഒരു വികാരം മനസ്സിലായി. അതെന്തിൻ്റെ പുറത്താണ് പറയുന്നതെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി ഒരു അക്ഷരം മിണ്ടുന്നില്ല, റസൂലുള്ളാഹി പ്രതികരിക്കുന്നില്ല. ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അരിനി മക്കാനഹ, അതായത് അത് എവിടെയാണ് എഴുതിയതെന്ന് കാണിച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു അത് എഴുതിയ സ്ഥലം കാണിച്ചു കൊടുത്ത സമയത്ത് റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് ഫമഹഹ, റസൂലുള്ളാഹി അത് സ്വന്തം മായ്ച്ചു എന്നുള്ളതാണ്. ശേഷം ആ മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ തുടക്കത്തിൽ തന്നെ കുറേശികൾ എല്ലാ അർത്ഥത്തിലും ആ മേൽക്കൈ ലഭിക്കുന്ന രൂപത്തിലാണ് ആ കരാർ എഴുതുന്നതെല്ലാം നമ്മൾ കാണുക. യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ ആ ദീർഘവീക്ഷണമായിരുന്നു. റസൂലുള്ളാഹി അത്രയേറെ വിട്ടുവീഴ്ച കാണിക്കുന്നത്, അതിൻ്റെ എല്ലാം ഫലം വരും കാലങ്ങളിൽ കാണാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, ഏറ്റവും വലിയ വിജയമായിട്ട് മാറുന്നത് ഈ ഒരു കരാറാണ്. അപ്പോൾ റസൂലുള്ളാഹി കാണിക്കുന്ന ആ വിട്ടുവീഴ്ചയെല്ലാം അതിൻ്റെ ഫുൾ സ്റ്റോറി, ഫുൾ പിക്ചർ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ റസൂലുള്ളാഹിൻ്റെ ആ യുക്തി വളരെ കൃത്യമായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അവിടെ ഇരിക്കുന്ന 1000-ലധികം വരുന്ന അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ വിട്ടുവീഴ്ചയുടെ പൊരുൾ ആ സമയത്ത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെല്ലാം കണ്ടും കേട്ടും ക്ഷമ അടക്കിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ പിന്നീട് അവർ ആ മുഖവുര എഴുതിയതിന് ശേഷം പിന്നീട് ആ ഉടമ്പടിയുടെ നിബന്ധനകൾ ഓരോന്നായിട്ട് ചർച്ച ചെയ്ത് കുറിക്കാൻ പോവുകയാണ്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഹൈൽ ബിൻ അംറിനോട് പറഞ്ഞു, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വേണ്ടി വന്നതാണ്, അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കണം. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഈ ഒരു ആവശ്യം ഖുറൈശികൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. കാരണം തുടക്കം മുതലേ അവരത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, സുഹൈൽ ബിൻ അംറിനെ പറഞ്ഞയച്ച സമയത്തും അവർ പ്രത്യേകമായിട്ട് പറഞ്ഞു വിട്ടൊരു കാര്യം ഇതാണ്, ഒരിക്കലും ഉംറ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ സുഹൈൽ ബിൻ അംർ റസൂലുള്ളാഹിനോട് പറഞ്ഞു, അത് പറ്റില്ല, ഈ വർഷം ഉംറ പറ്റില്ല. കാരണം ഞങ്ങളത് അനുവദിക്കുകയാണെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങൾ ഞങ്ങൾക്ക് മീതെ ആധിപത്യം നേടിയെന്നെല്ലാം പറയാൻ തുടങ്ങും. അതുകൊണ്ട് ഈ വർഷം പറ്റില്ല, വേണമെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് വരാം, അടുത്ത വർഷം 3 ദിവസം ഇവിടെ താമസിക്കാം. അതും കണ്ടീഷൻ വെച്ചു, എന്ത്, നിങ്ങൾ ആയുധമൊന്നും കൊണ്ടുവരാൻ പാടില്ല, യാത്രക്കാരുടെ ആയുധം, അതായത് ഒരു വാള്, അത് മാത്രമായിട്ട് വരണം, 3 ദിവസം ഇവിടെ താമസിക്കാം, ഖുറൈശികൾ നിങ്ങളെ ദ്രോഹിക്കില്ല, നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉംറ ചെയ്ത് പോകാം. അതായിരുന്നു സുഹൈൽ ബിൻ അംർ റസൂലുള്ളാഹിക്ക് മറുപടിയായിട്ട് നൽകിയത്. അപ്പോൾ അതവിടെ മുന്നിൽ കേട്ടിരിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ക്ഷമ അടക്കിപ്പിടിച്ച് അവിടെ ഇരിക്കുകയാണ് റസൂലുള്ളാഹിൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു. റസൂലുള്ളാഹി അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആ കണ്ടീഷൻ എഴുതാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു മനസ്സില്ലാതെ അത് കുറിച്ചു. ഒന്നാമത്തെ കണ്ടീഷനായിട്ട്, അതായത് അടുത്ത വർഷം ഉംറക്ക് വരാം, 3 ദിവസം അവിടെ താമസിക്കാം, ഖുറൈശികളെ സുരക്ഷിതമായിട്ട് ഉംറ ചെയ്യാൻ അനുവദിക്കുമെന്നുള്ള ആ ഒരു കണ്ടീഷൻ അത് ആദ്യമായിട്ട് കുറിച്ചു. അതിനുശേഷം അവർ പരസ്പരം ചർച്ച ചെയ്ത് ആ ഉടമ്പടിയിലേക്ക് അവർ കുറിച്ച പ്രധാനപ്പെട്ട 2 വ്യവസ്ഥകൾ, രണ്ടാമതായിട്ട് അവർ കുറിച്ചത്, ഇനി അടുത്ത 10 വർഷത്തേക്ക് അശറ സിനീൻ, അടുത്ത 10 വർഷത്തേക്ക് 2 കൂട്ടർക്കിടയിൽ യുദ്ധമില്ല എന്നുള്ളതാണ്. ഇരു വിഭാഗവും യുദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനോട് അവിടെ എഴുതി ചേർക്കാൻ വേണ്ടി പറയുകയാണ്. അത് അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതിലേക്കാൻ വരാം. അതിൻ്റെ കൂടെ തന്നെ മൂന്നാമതായിട്ട് ആ ഉടമ്പടിയിലേക്ക് എഴുതി ചേർത്ത മറ്റൊരു വ്യവസ്ഥ, ഈ ഇരു വിഭാഗമായിട്ട് മുസ്ലിങ്ങളായിട്ടും ഖുറൈശികളായിട്ടും സഖ്യത്തിൽ ചേരാൻ താല്പര്യമുള്ള ഏത് ഗോത്രങ്ങൾക്കും അതാകാം എന്നുള്ളതാണ്. ഇനി അവർ ഏതെങ്കിലും ഒരു വിഭാഗമായിട്ട് സഖ്യത്തിൽ ചേരുന്നതോടുകൂടെ അവരും ഈ കരാറിൻ്റെ ഭാഗമായിട്ട് മാറും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കും. അതായത് ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അറേബ്യൻ ദേശത്തുള്ള ഏതെങ്കിലും ഒരു ഗോത്രം വന്ന് സഖ്യം ചേരുന്നതോടുകൂടെ അവരും ഈ കരാറിൻ്റെ ഭാഗമായിട്ട് മാറും. പിന്നീട് ഖുറൈശികൾക്ക് ആ ഗോത്രത്തെയും അടുത്ത 10 വർഷം ആക്രമിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആ രൂപത്തിലാണ് ആ കരാറ്. ഇപ്പം എങ്ങാനും ഏതെങ്കിലും കരാറിലുള്ള ഏതെങ്കിലും ഒരു ഗോത്രത്തെ ഖുറൈശികൾ ആക്രമിക്കുകയാണെങ്കിൽ അത് ഒന്നടങ്കം ആക്രമിക്കുന്നതിന് തുല്യമായിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. ഇതായിരുന്നു
ആ വ്യവസ്ഥ അത് ഉടനെ തന്നെ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ നിർദ്ദേശം അനുസരിച്ച് അവിടെ കുറിച്ചു. അപ്പോൾ ഈ ഒരു വ്യവസ്ഥ നിലവിൽ വന്ന ഉടനെ തന്നെ ആ സദസ്സിലുണ്ടായിരുന്ന മുസ്ലിങ്ങളോട് അനുഭാവമുള്ള ചില ഗോത്രങ്ങൾ, ഇപ്പോൾ ഖുസാ ഗോത്രം, അതിൻ്റെ തലവൻ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, അനഫി ഹെൽഫി മുഹമ്മദ്, ഞാൻ മുഹമ്മദിനോടൊപ്പം ചേരുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവർ ഖുസാ ഗോത്രം റസൂലുള്ളാഹിന്റെ കൂടെ സഖ്യത്തിൽ ഏർപ്പെട്ടു. അതേപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബനൂ ബക്കർ ഗോത്രം, അതിൻ്റെ തലവൻ അയാൾ എഴുന്നേറ്റുന്നുകൊണ്ട് പറഞ്ഞു, നഹ്നിഫി ഹെൽഫി ഖുറൈഷ്, ഞങ്ങൾ ഖുറൈശികളുടെ ഭാഗമാകാണെന്ന് പറഞ്ഞ് അവർ ഖുറൈശികളോടൊപ്പം ചേർന്നു. അപ്പോൾ ഈ നിലവിൽ വന്ന രണ്ട് വ്യവസ്ഥകളും വളരെ സ്ട്രാറ്റജിക്കാണ്. മുസ്ലിങ്ങൾക്ക് ഭാവിയിൽ വലിയ നേട്ടം കൈവരിക്കാൻ അത് കാരണമായി തീരുന്നുണ്ട്. അപ്പം അവിടെ നേതാവെന്നുള്ള നിലയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘവീക്ഷണമാണ് അവിടെ എല്ലാം കാണിച്ചു തരുന്നത്. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിശദീകരിക്കുക. നമ്മൾ ആ വ്യവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നാമതായിട്ട് ചിന്തിച്ചു നോക്കുക, ഖുറൈശികൾ ഒരു സന്ധിക്ക് വേണ്ടി മുസ്ലിങ്ങളെ ഇങ്ങോട്ട് സമീപിച്ചതിന് യഥാർത്ഥത്തിൽ അവരുടെ പരാജയമാണ് കാണിച്ചു തരുന്നത്. കാരണം ഇത്രയും കാലം മുസ്ലിങ്ങളെ ഒരു ശക്തിയായിട്ട് ഖുറൈശികൾ അംഗീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നിരന്തരം അവർ യുദ്ധമെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ രണ്ട് കക്ഷികളും തുല്യരാകുന്ന സമയത്താണ് അവർക്കിടയിൽ ചർച്ചയും സന്ധിയെല്ലാം നിലവിൽ വരിക. അങ്ങനെയാണല്ലോ ഇപ്പോൾ മോഡേൺ പൊളിറ്റിക്സിൽ നമ്മൾ കാണാറുള്ളതാണ്. ഒരു കക്ഷിയെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ ഒരു ശക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ഭീഷണിയായിട്ടോ മറ്റുള്ള ആളുകൾ കാണുന്നില്ലെങ്കിൽ അവരായിട്ട് യാതൊരു ചർച്ചയില്ല എന്ന് പറഞ്ഞ് അവഗണിക്കുകയാണ് ചെയ്യുക. അതേസമയം അവർ ഞങ്ങളുടെ നിലനിൽപ്പിന് ഏതെങ്കിലും രൂപത്തിലൊരു ഭീഷണിയാണെന്ന് അറിയുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരൊരു തുല്യ ശക്തികളാണെന്നെല്ലാം അറിയുന്ന സമയത്താണ് അവർ ചർച്ചയ്ക്ക് ഉടമ്പടിക്കെല്ലാം ഇരിക്കുക. യഥാർത്ഥത്തിൽ ഒരു ചർച്ചയ്ക്ക്, ഒരു ഉടമ്പടിക്ക് വേണ്ടി ഖുറൈശികൾ ഇങ്ങോട്ട് വരിക വഴി മദീനയിലുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അസ്തിത്വത്തിന് ഖുറൈശികൾ ആദ്യമായിട്ട് ഔദ്യോഗിക അംഗീകാരം നൽകുകയായിരുന്നു. അത് യഥാർത്ഥത്തിൽ അവരുടെ പരാജയമാണ് കാണിച്ചു തരുന്നത്. അത് വലിയ കാര്യമാണ്. കാരണം ഖുറൈശികൾ വലിയ സംഭവമാണ്, വലിയ ശക്തിയാണെന്നെല്ലാം ധരിച്ചു വെച്ച നിരവധി ഇതര അറേബ്യൻ ഗോത്രങ്ങളുണ്ട്. അവർക്കിടയിൽ ഖുറൈശികളുടെ വിലയിടിയാൻ ഈ ഒരു കരാറ് കാരണമായി തീരാണ്. അപ്പം അതെല്ലാം അവർ പോലും അറിയാതെ അവരുടെ പരാജയത്തിലേക്കാണ് അവർ നടന്നു നീങ്ങുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാമർത്ഥ്യം, ആ ദീർഘവീക്ഷണമാണ് ഇവിടെ എല്ലാം കാണുന്നത്. പ്രത്യേകിച്ച് ഖന്തക്കിന് ശേഷമുള്ള ഒരു പശ്ചാത്തലം കൂടിയാണ്. ഖന്തക്കിൽ ഖുറൈശികൾക്ക് സംഭവിച്ചത് അത് മറ്റുള്ള ആളുകളെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിങ്ങളെല്ലാ നിലക്കും വളർന്നു വരുന്ന വലിയൊരു ശക്തിയാണെന്നും ഖുറൈശികളുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം മറ്റുള്ള ഗോത്രങ്ങൾക്കെല്ലാം ഒരു മെസ്സേജ് കൂടെ അതുവഴി ലഭിക്കുമായിരുന്നു. അപ്പോൾ എഴുതി ചേർത്ത രണ്ട് വ്യവസ്ഥകളും, യുദ്ധമില്ലാത്ത 10 വർഷം, അതേപോലെ തന്നെ ആരുമായിട്ടും സഖ്യമുണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം, അത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അറേബ്യയുടെ വ്യത്യസ്ത ഭാഗത്തുണ്ടായിരുന്ന പല ഗോത്രങ്ങളും അവർ മുസ്ലിം ആകണമെന്നില്ല, അവർ റസൂലുള്ളാഹിയുമായിട്ട് സഖ്യത്തിന് വരാതിരിക്കാനുള്ള കാരണം അറേബ്യയിലെ പ്രബല ഗോത്രങ്ങളായിട്ടുള്ള ഖുറൈശികളെ ഭയപ്പെട്ടതുകൊണ്ടാണ്. കാരണം ഖുറൈശികളായിട്ട് പല രൂപത്തിൽ അവർക്ക് ഡീൽ ചെയ്യേണ്ടതുണ്ട്. മക്ക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രം കൂടെയാണ്. അപ്പോൾ ഇനി മുതൽ ആ ഒരു തലവേദനയിലെ പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടുകൂടെ ആർക്കും സഖ്യം ചേരാം, അതോടുകൂടി അവർ സുരക്ഷിതരാണ്, അവർ പരസ്പരം ആക്രമിക്കുന്നില്ല, ആ ഒരു നിർഭയത്വം അവിടെ നിലവിൽ വരികയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതായത് സുരക്ഷിതമായിട്ടുള്ള നിർഭയത്വത്തോടുകൂടിയുള്ള അന്തരീക്ഷം, അത് ഇസ്ലാമിൻ്റെ വലിയ പ്രചാരണത്തിന്, വലിയ വളർച്ചയ്ക്ക് കാരണമായി തീരുകയാണ്. ഇസ്ലാം ഏറ്റവും കൂടുതൽ വളരുന്നത് ആ ഹുദൈബിയയ്ക്ക് ശേഷമാണ്. റസൂലുള്ളാഹിക്ക് ആ ദഅവത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള അവസരം അതുവഴി ലഭിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ ഖുറൈശികൾ എന്നുള്ള ആ ഒരു തലവേദന, ആ ഒരു ഭാഗം ഇനി മുതലില്ല, അങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടതില്ല. റസൂലുള്ളാഹി അതിന് പകരം മദീനക്കകത്തുള്ള നിരവധി ഭീഷണികൾ, അതിനുശേഷമാണ് ആ ഖൈബർ യുദ്ധം അരങ്ങേറുന്നത്. അതേപോലെ തന്നെ മദീനക്ക് പുറത്തേക്കുള്ള ഇസ്ലാമിൻ്റെ വ്യാപനം, ആ മുഅ്ത യുദ്ധം, അതേപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാനുള്ള സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതുവഴി ലഭിക്കുകയാണ്. ഏതായിരുന്നാലും അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഈ രണ്ട് വ്യവസ്ഥകളും ആ ഉടമ്പടിയിലേക്ക്, ആ സന്ധിയിലേക്ക് എഴുതി ചേർത്തു. ഇനി അവസാനത്തെ 4ാമത്തെ വ്യവസ്ഥ, അതാണ് ഏറ്റവും കോൺട്രവേഴ്സ്യൽ, ഏറ്റവും വിവാദമായിട്ട്, പ്രത്യക്ഷത്തിൽ അംഗീകരിക്കാൻ അങ്ങേയറ്റം പ്രയാസം തോന്നുന്ന, തികച്ചും ഏകപക്ഷീയാണെന്ന് തോന്നിക്കുന്ന 4ാമത്തെ വ്യവസ്ഥ, അത് സുഹൈൽ ഇബ്നു അംർ അവിടെ പങ്കുവച്ചു. എന്താണെന്ന് വെച്ചാൽ, ഖുറൈശികളിൽ നിന്നും, അതായത് മക്കയിൽ നിന്നും ആരെങ്കിലും മുസ്ലിമായിട്ട് മദീനയിലേക്ക് റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് അഭയം തേടി വരികയാണെങ്കിൽ അവരെ ഞങ്ങൾക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം. അതേസമയം നേരെ തിരിച്ച് മദീനയിൽ നിന്ന് ആരെങ്കിലും അഭയം തേടി മക്കയിലേക്ക് വരികയാണെങ്കിൽ അവരെ ഏൽപ്പിക്കേണ്ടതുമില്ല. ഇതാണ് 4ാമത്തെ വ്യവസ്ഥയായിട്ട് സുഹൈൽ ഇബ്നു അംർ അവിടെ പറഞ്ഞത്. അപ്പം അത് കേട്ട ഉടനെ മുന്നിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഒന്നടങ്കം അവർ ക്ഷമിച്ച് അവിടെ ഇരിക്കുകയാണ്. അതവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉടനെ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് കൈഫ യർദു ഇലൽ മുശ്രിക്കീന വഖദ് ജാഅ മുസ്ലിമൻ, മുസ്ലിമായിട്ട് വന്ന ഒരാളെ അവരിലേക്ക് തന്നെ തിരിച്ചു വിടാനോ, എന്താണ് ഈ പറയുന്നത്? ഒരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രൂപത്തിൽ അവർ സംസാരിക്കുകയാണ്. അപ്പം ചിന്തിച്ചു നോക്കുക, അതായത് മദീനയിലുണ്ടായിരുന്ന മൊത്തം മുഹാജിറുകൾ എന്നുള്ളത് ആ രൂപത്തിൽ മക്കയിൽ നിന്ന് വന്ന ആളുകളാണ്. ഈ ഒരു നിയമം നേരത്തെ നിലവിൽ വന്നിരുന്നെങ്കിൽ മദീനയിൽ ഒരൊറ്റ മുഹാജിർ പോലും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവർ ആ രൂപത്തിൽ പ്രതികരിക്കുകയാണ്. ഒരുപക്ഷെ അല്ലാഹു അലം സുഹൈൽ ഇബ്നു അംർ ഈ രൂപത്തിലുള്ളൊരു ക്ലോസ് വെക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ട് അനുഭവങ്ങൾ തന്നെ ആയിരിക്കും. അദ്ദേഹത്തിൻ്റെ നേരത്തെ അബ്ദുല്ലാഹ് ഇബ്നു സുഹൈൽ മകന് ആ രൂപത്തിൽ രക്ഷപ്പെട്ട് മദീനയിലേക്ക് പോയതും മറ്റും ആയിരിക്കണം, അല്ലാഹു അലം. ഏതായിരുന്നാലും
അത് തികച്ചും വിചിത്രമായിട്ടുള്ള ഒരു കണ്ടീഷനാണ് അദ്ദേഹം പറയുന്നത്. അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു അത് എഴുതിയില്ല, അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. ആ കൃത്യസമയത്ത് അവിടെ ഒരു സംഭവം അരങ്ങേറാണ്, അള്ളാഹിൻ്റെ ഖദറാണ്. ആ കൃത്യസമയത്ത് അങ്ങ് ദൂരെ നിന്നും ഒരു ചങ്ങലയുടെ ശബ്ദം അവർ കേൾക്കുകയാണ്. ഒരാൾ ദൂരെ നിന്ന് ഒരു ചങ്ങലയും വഹിച്ച് അവർക്ക് നേരെ നടന്നു വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടെ നോക്കുകയാണ്. അങ്ങനെ അയാൾ നടന്ന് അടുത്തെത്തിയ സമയത്ത് അവർ നോക്കി, അത് മറ്റാരും ആയിരുന്നില്ല. ഞാൻ ഈ ചരിത്രത്തിൻ്റെ ആദ്യത്തിൽ പറഞ്ഞ സുഹൈൽ ബിൻ അംർ തടവിലാക്കി വെച്ച മകൻ അബൂ ജന്ദൽ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം എങ്ങനെയൊക്കെയോ തടവ് ചാടി ബന്ദിയാക്കി വെച്ച ചങ്ങലയും വഹിച്ചാണ് ആ വരവ്. ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് മുറിവുകളുണ്ട്, അങ്ങേയറ്റം ക്ഷീണിച്ച അവശനായിട്ടുണ്ട്. വളരെ വേദനിപ്പിക്കുന്നൊരു കാഴ്ചയാണ്. ഒരുപക്ഷെ പിതാവ് അവിടെയുള്ളത് അദ്ദേഹം അറിഞ്ഞു കാണില്ല. ഇപ്പോൾ സുഹൈൽ ബിൻ അംർ അത് കണ്ട ഉടനെ തന്നെ അങ്ങേയറ്റം ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി മകനെ അവരുടെ കൺമുമ്പിലിട്ട് അടിക്കുകയാണ്. ശേഷം അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗം ഇതാണല്ലോ, അതായത് കരാറ് പ്രകാരം മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം സ്വീകരിച്ച് അഭയം തേടി താങ്കളുടെ അടുത്തേക്ക് വരാണെങ്കിൽ അയാളെ തിരിച്ചേൽപ്പിക്കണം എന്നാണല്ലോ അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കരാർ ഇവനിൽ നിന്ന് തന്നെ തുടങ്ങാം, ഞാനിവനെ കൊണ്ടുപോകും. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കും ആ കാഴ്ച സഹിക്കാൻ കഴിയുന്നതായിരുന്നില്ല. കാരണം മുസ്ലിങ്ങൾ തന്നെ സംരക്ഷിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് അത്രയും ദൂരം താണ്ടി അദ്ദേഹം വന്നിരിക്കുന്നത്. ഇനി അതേ വ്യക്തിയെ ഇനിയും ആ ക്രൂരതയ്ക്ക് അവരുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചേൽപ്പിക്കണം എന്നാണ് സുഹൈൽ പറയുന്നത്. റസൂലുള്ളാഹി സുഹൈൽ ബിൻ അംറിനോട് പറഞ്ഞു, നമ്മളതിന് കരാർ എഴുതി കഴിഞ്ഞിട്ടില്ലല്ലോ, ഈ ഒരു വ്യക്തിയെ എനിക്ക് തന്നൂടെ? അദ്ദേഹം പറഞ്ഞു, ഒരിക്കലുമില്ല. വീണ്ടും റസൂലുള്ളാഹി പറഞ്ഞു, ഈ ഒരാളെല്ലാം ചോദിക്കുന്നത്, ഇനി മുതൽ നമുക്കത് നടപ്പിലാക്കാം. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. വീണ്ടും റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ സീറയിലുടനീളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ നോ പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും ആവർത്തിച്ച് അപേക്ഷിക്കുന്ന ചോദിക്കുന്ന ഒരു സീന് അത് മറ്റെവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു, സുഹൈൽ നമ്മൾ എഴുതി കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ സുഹൈൽ ബിൻ അംർ പറഞ്ഞു, നമ്മൾ എഴുതിയിട്ടില്ലെങ്കിലും ഓൾറെഡി പരസ്പര ധാരണയിലെത്തിയതല്ലേ, ഇവനെ നിങ്ങൾ എനിക്ക് തരുന്നില്ലെങ്കിൽ നമുക്ക് പിരിയാം. അതായത് കരാർ, ഇനി അതിനെ സംബന്ധിച്ച് യാതൊരു ചർച്ചയില്ല. ആ രൂപത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് സുഹൈൽ ബിൻ അംർ എടുക്കുകയാണ്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി ആവർത്തിച്ച് അപേക്ഷിച്ചിട്ടും അദ്ദേഹം വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകുന്നില്ല. അത് മറ്റു വല്ല ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരുപക്ഷേ സുഹൈൽ ബിൻ അംർ സമ്മതിച്ചേനെ. ഇത് സ്വന്തം മകനാണ്, അദ്ദേഹം നൽകില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥ എഴുതണം എന്നുള്ള ധാരണയിൽ അദ്ദേഹം അടിയുറച്ച് നിൽക്കുകയാണ്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നീട് വളരെ സങ്കടപ്പെടുത്തുന്ന രംഗങ്ങൾക്കാണ് ഹുദൈബിയ സാക്ഷിയാകുന്നത്. ആ വേദനിപ്പിക്കുന്ന കാഴ്ചകളെല്ലാം കാരണം ചില സ്വഹാബികളെല്ലാം യൗമു അബീ ജന്ദൽ, ഹുദൈബിയ സന്ധിയുടെ ആ ദിവസത്തെ അബൂജന്ദലിൻ്റെ ദിനമെന്നെല്ലാം അവർ പിന്നീട് വിശേഷിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും റളിയല്ലാഹു അൻഹു. അതെല്ലാം വിശദമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ റമദാനിൽ സമ്പൂർണ്ണമായിട്ടുള്ള പാപമോചനം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.